അപ്പോൾ ഇന്ന് ഞങ്ങൾ വർക്ക് നടക്കുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയ്ക്ക് അടുത്ത് കരുവാരക്കുണ്ട് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ വർക്ക് നടക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യണത് ഇൻഷൂ ബോർഡിൻ്റെ സീലിംഗ് ആണ്. അപ്പോൾ നമ്മൾ യൂട്യൂബിലെ ചാനൽ കണ്ടിട്ടാണ് നമ്മളെ അവർ കോൺടാക്ട് ചെയ്തത്, പ്രവാസിയാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യണത് വൈറ്റ് ഇൻഷൂ ബോർഡാണ്. അതായത് 8x4 ഇതിൻ്റെ ഈ ഷീറ്റിൻ്റെ വലിപ്പം വരുന്നത്, സൈസ് വരുന്നത്. മറ്റേ സുപ്രീം കമ്പനിയുടെ വരുമ്പോൾ 8x2 25 mm. ഇത് വരുന്നത് വൈറ്റ് ബോർഡ് വരുന്നത് 8x4 20 mm ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടുത്തെ റൂഫ് സീലിംഗ് ചെയ്യണത്. പിന്നെ 8x4 വെച്ച് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് വൈറ്റ് ബോർഡാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇത് ജോയിൻറ്റ് കുറയും. മറ്റേത് പറഞ്ഞു കഴിഞ്ഞാൽ 8x2 എന്ന് പറയുമ്പോൾ ഷീറ്റ് ആകുമ്പോൾ ജോയിൻറ്റ് കൂടും. 8x4 ആകുമ്പോൾ ജോയിൻറ്റ് കുറവാണ്. അപ്പോൾ 8x4 വെച്ചിട്ട് സീലിംഗ് ചെയ്യണം ഒന്നുകൂടി ബെറ്റർ. കാരണം വെച്ചാൽ ഇതാകുമ്പോൾ വൈറ്റ് കളറാണ് 8x4 വരുന്നത് 20 mm. ബ്ലൂ ഷീറ്റ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 25 mm 8x2, അത് ബ്ലൂ കളറാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പുട്ടി അടന്നു പോകുന്നുണ്ട്. ഇത് ഈ ഇൻഷൂ ബോർഡ് ചെയ്യുന്ന സമയത്ത് പുട്ടിയിട്ടിട്ട് പെയിൻ്റ് അടിച്ചാലാണ് ഇത് കറക്റ്റ് ഒരു സീലിങ്ങിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ചില ഭാഗങ്ങളിൽ പുട്ടി കൂടുതൽ വന്നു കഴിഞ്ഞാൽ ആ ഭാഗങ്ങൾ അടന്നു വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ ബ്ലൂ ഷീറ്റ് വെച്ചിട്ട് 25 mm വെച്ച് ചെയ്യുമ്പോൾ ആ ഭാഗങ്ങളിൽ അടന്നു വരുമ്പോൾ അത് ബ്ലൂ കളറായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കൂടുതൽ ഞങ്ങളുടെ വർക്ക് കിടക്കുന്നത് ഫുള്ള് ഇൻഷൂ ബോർഡിൻ്റെ ഈ ബോർഡിലാട്ടോ. 8x4 വെള്ള ബോർഡ് വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഭാഗത്ത് ഞങ്ങൾ ചെയ്തിരുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യണത് ഇതിൻ്റെ ഹെയർ ഹോളുകൾ കംപ്ലീറ്റ് അടച്ച് അതിൻ്റെ മുകളിലേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഞങ്ങൾ അടച്ച് ഫിനിഷിങ് ഇത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സീലിങ്ങിൻ്റെ ചാനലടിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അപ്പോൾ ആദ്യം ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അതാ ചെയ്യുക. ഇന്നതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചർ പണിയെടുക്കുകയുള്ളൂ. ഇതിൻ്റെ സ്ട്രക്ചർ പണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇലക്ട്രിക്കൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിത് ബോർഡടിച്ച് ജോയിൻറ്റ് ഫില്ല് ചെയ്യുക ചെയ്യാറ്. അതായത് ജോയിൻറ്റ് ടാപ്പ് കംപ്ലീറ്റ് നമ്മൾ ഒട്ടിക്കണം. എല്ലാ സൈഡിലും ജോയിൻറ്റ് ടാപ്പ് ഒട്ടിച്ച് ജോയിൻറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലത് ഉപയോഗിക്കാൻ പറ്റിയ ബോർഡ് പറഞ്ഞാൽ ഈ വൈറ്റ് കളറുള്ള ബോർഡാണ്. ഇത് 20 mm ഉള്ളൂ, പക്ഷേ 8x4 ഇതിൻ്റെ സൈസ് വരുന്നുണ്ട്, നീളം വീതി. അപ്പോൾ ബ്ലൂ 25 mm ആണ്, പക്ഷേ ജോയിൻറ്റ് കൂടുതലാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതൊരു 1.5 വർഷമായിട്ട് ഇപ്പോൾ ഞങ്ങൾ കൂടുതൽ ചെയ്യണത് ഈ വൈറ്റ് ബോർഡ് വെച്ചിട്ടാണ്. അപ്പോൾ ബ്ലൂവും ചെയ്യാറുണ്ട്. നമ്മളെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടാണ് നമ്മളിത് ചെയ്യണത്. ക്ലയൻറ്റ് ഏതാ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ചിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ കൂടുതൽ ചെയ്യണത് വൈറ്റ് ബോർഡ് വെച്ചിട്ട് ചെയ്യാനാണ്. കാരണം വെച്ചാൽ ഒന്നാമത് നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും. ഇപ്പോൾ പെയിൻറ്റ് അടിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ജോയിൻറ്റ് ഫില്ല് ചെയ്യുന്ന സമയത്ത് അതൊക്കെ കറക്റ്റായിട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ വീഡിയോസിൽ കാണുമ്പോൾ തന്നെ കണ്ടിട്ട് ഏകദേശം 90% ഓക്കെയാണ് ഇപ്പോൾ വൈറ്റ് ബോർഡിൽ ചെയ്യുമ്പോൾ. ഇനിയിപ്പോൾ നമ്മൾ പൊട്ടിട്ട് പെയിൻറ്റ് അടിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ആ ജോയിൻ്റൊക്കെ ഒന്ന് കംപ്ലീറ്റ് നമ്മളൊന്ന് പേപ്പർ ചെയ്തതിന് ശേഷം ഒരു തൊട്ട് പ്രൈമർ അടിച്ചാലും സീലിംഗ് കാണാൻ കുറച്ച് ഭംഗിയുണ്ടാവും. ഇനി അതുപോലെ ഇനി പൊട്ടിയിട്ട് ഫിനിഷ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഈ ബ്ലൂ ആകുമ്പോൾ എന്താ വെച്ചാൽ ബ്ലൂ ബോർഡ് ആകുമ്പോൾ മെയിനായിട്ട് പ്രശ്നം വെച്ചാൽ പ്രൈമർ അടിച്ചാൽ ബ്ലൂ ഷെയ്ഡ് കാണും. അപ്പോൾ ഈ വൈറ്റ് ആകുമ്പോൾ അങ്ങനത്തെ പ്രശ്നം കാണിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ബോർഡ് വെച്ചിട്ട് ചെയ്യാവും ഒന്നുകൂടി ബെറ്റർ. പക്ഷെ റേറ്റ് കുറച്ച് കൂടുതലാണ്. ഈ 8x2 ഷീറ്റിനേക്കാളും റേറ്റ് കൂടും ഈ സാധനത്തിന്, 8x4 ഈ ബോർഡിന്. അപ്പോൾ 2 രൂപ 5 രൂപ കൂടിയാലും വൈറ്റ് ബോർഡ് വെച്ച് ചെയ്യാവും ഒന്നുകൂടി നല്ലത്. നമ്മൾ ഈ വീഡിയോസിൽ കാണുമ്പോൾ തന്നെ ഉണ്ട് നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഫിനിഷിങ് ഓൾറെഡി ഉണ്ട്. ഇനി നമ്മളത് ഒന്ന് ഒരു തൊട്ട് പ്രൈമർ അടിച്ചിട്ട് കഴിഞ്ഞാൽ സംഭവം